ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. കുവൈത്ത് ദുരന്തത്തിൽ 8 പേർ കസ്റ്റഡിയിൽ. 3 പേർ ഇന്ത്യക്കാരും ഒരു കുവൈത്തി പൗരനും 4 ഈജിപ്തുകാരുമാണ് പിടിയിലായത്. നരഹത്യ, ഗുരുതരമായ അശ്രദ്ധ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് നടപടി. ഗിരീഷ് ഒറ്റപ്പാലം ചേരുന്നുണ്ട് വിവരങ്ങളുമായി കുവൈത്തിൽ നിന്ന്. ഗിരീഷ്, വിവരങ്ങൾ എന്താണ് ഗിരീഷ്? റിജിത്ത്, കുവൈറ്റിൽ 49 പേരുടെ ജീവൻ അപഹരിച്ച തീപിടുത്തവുമായി ബന്ധപ്പെട്ട് 8 പേരാണ് കസ്റ്റഡിയിലുള്ളത്. ഇതിൽ 3 പേർ ഇന്ത്യക്കാരാണ്. ഒരു കുവൈറ്റി പൗരനും 4 ഈജിപ്തുകാരുമാണ് കസ്റ്റഡിയിലുള്ള മറ്റുള്ളവർ. കോടതി നിർദ്ദേശപ്രകാരമാണ് 14 ദിവസത്തേക്ക് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്ന് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. നരഹത്യ, ഗുരുതരമായ അശ്രദ്ധ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് നടപടി. എന്നാൽ അറസ്റ്റിലായവർ ആരെല്ലാമാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ 12-നാണ് കുവൈറ്റ് മംഗഫിൽ നാടിനെ നറുക്കിയ തീപിടുത്തമുണ്ടായത്. മരിച്ച 49 പേരിൽ 45 പേർ ഇന്ത്യക്കാരും അതിൽ 24 പേർ മലയാളികളുമാണ്. സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിനിടയാക്കിയതെന്ന് അഗ്നിശമനം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവും. ഗിരീഷ്, ഈ കസ്റ്റഡിയിലായവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്കാളിത്തം എങ്ങനെ എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ ഗിരീഷ്? റിജിത്ത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു വിശദ വിവരങ്ങളൊന്നും തന്നെ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിജിത്ത്, ശരി. ഗിരീഷ് ഒറ്റപ്പാലം വിവരങ്ങൾ നൽകുകയായിരുന്നു കുവൈത്തിൽ നിന്ന്. കുവൈത്ത് തീപിടുത്തത്തിൽ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലായി 11 പേരാണ് ചികിത്സയിലുള്ളതെന്ന് NBTC മാനേജ്മെന്റ് അറിയിച്ചു. 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവരാണ്. ഇതിൽ ഒരാൾ മലയാളിയാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കുവൈത്ത് ദുരന്തത്തിൽപ്പെട്ടവരെ ചേർത്ത് നിർത്തി NBTC മാനേജ്മെന്റ്. തീപിടുത്തത്തിൽ പരിക്കേറ്റവരുടെ ബന്ധുക്കളെ കുവൈത്തിൽ എത്തിക്കുന്നതിനുള്ള വിസ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. അപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് NBTC കോർപ്പറേറ്റ് ഓഫീസിൽ ചേർന്ന അനുശോചന യോഗത്തിലാണ് മാനേജ്മെന്റ് നിലവിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചത്. കുവൈറ്റിലെ മംഗഫിൽ NBTC ജീവനക്കാരുടെ താമസ സ്ഥലത്തുണ്ടായ അത്യാഹിതത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് NBTC കോർപ്പറേറ്റ് ഓഫീസിൽ ചേർന്ന അനുശോചന യോഗത്തിൽ അപകടത്തിൽപ്പെട്ടവരുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന നിരവധി പേർ പങ്കെടുത്തു. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന അനുശോചന യോഗത്തിൽ NBTC കോർപ്പറേറ്റ് അഡ്മിൻ ആൻഡ് HR ജനറൽ മാനേജർ മനോജ് നന്ദിയാലത്ത് നിലവിൽ ചെയ്തുവരുന്ന സമാശ്വാസ നടപടികളുടെ വിവരങ്ങൾ അറിയിച്ചു. And extend our sincere gratitude to the government of Kuwait, including the Ministry of Interior and Ministry of Health for their unwavering support and assistance. We also express our heartfelt thanks to the Government of India, Indian Embassy in Kuwait, Government of Philippine Embassy in Kuwait for their continuous support. പരിക്ക് പറ്റിയവരിൽ 17 പേരാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ ഉള്ളത്. എല്ലാവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പ്രാഥമിക ധനസഹായമായ 8 ലക്ഷം രൂപ എത്തിച്ചു വരുന്നതായും ജീവനക്കാർക്ക് അർഹമായിട്ടുള്ള സർവീസ് മണി ഏകദേശം ഓരോരുത്തരുടെയും അടിസ്ഥാന ശമ്പളത്തിന്റെ 48 ഗുണിതം വരുന്ന ഇൻഷുറൻസ് തുക എന്നിവയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും മനോജ് നന്ദിയാലത്ത് അറിയിച്ചു. കൂടാതെ പരിക്കുപറ്റിയവരുടെ ബന്ധുക്കളെ കുവൈറ്റിലെത്തിക്കുന്നതിനായി വിസ നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. അപകടത്തിൽ അകപ്പെട്ടവർക്ക് ഉണ്ടായ മാനസികമായ സമ്മർദ്ദം അകറ്റുന്നതിനായി സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പരിക്കേറ്റവരുടെ പരിചരണത്തിന് പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റ് ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ്, വിവിധ സംസ്ഥാന സർക്കാരുകൾ, ഇന്ത്യൻ എംബസി, ഫിലിപ്പൈൻ എംബസി, മാധ്യമങ്ങൾ തുടങ്ങി അവസരോചിതമായ ഇടപെടൽ നടത്തിയ എല്ലാവർക്കും NBTCയുടെ നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വെൽഫെയർ ആൻഡ് ലേബർ ഫസ്റ്റ് സെക്രട്ടറി മനസ് രാജ് പട്ടേൽ, ഫിലിപ്പൈൻ എംബസി പ്രതിനിധികളായ ഇമാനുവൽ സാന്റിയാഗോ സി ഡയസ്, ഐഷ വി അൽബാക്കിദ്, റവറൻ KC ചാക്കോ, KG ഗീവർഗീസ് തുടങ്ങി NBTC പ്രതിനിധികളും സാമൂഹിക രംഗത്തെ നിരവധി പേരും അനുശോചനം രേഖപ്പെടുത്തി. തങ്ങളുടെ കുടുംബത്തിലെ അംഗം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളതെന്നും പരമാവധി അവരുടെ കുടുംബങ്ങൾക്ക് താങ്ങായി പ്രവർത്തിക്കുമെന്നും മാനേജ്മെന്റ് ആവർത്തിച്ച് വ്യക്തമാക്കി. ജലിൻ തൃപ്പയാർ, 24 കുവൈറ്റ്. സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പള വിതരണം ഡിജിറ്റൽ വാലറ്റുകൾ വഴിയാക്കുന്നത് അടുത്ത മാസം മുതൽ നിർബന്ധമാക്കും. തൊഴിലാളികളുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. ഗാർഹിക തൊഴിലാളികളുടെ ശമ്പള വിതരണം ഡിജിറ്റൽ വാലറ്റ് വഴി മാത്രമായി പരിമിതപ്പെടുത്തുന്ന തീരുമാനം ജൂലൈ 1 മുതലാണ് നിർബന്ധമാക്കുന്നത്. ഗാർഹിക മേഖലയിലെ എല്ലാ തൊഴിലുടമകളും
പുതിയ തീരുമാനം നിർബന്ധമായി നടപ്പിലാക്കണം. ഇതിനായുള്ള ഐക്കണുകൾ ഡിജിറ്റൽ വാലറ്റുകളിൽ ലഭ്യമായിരിക്കും. ഓരോ തൊഴിലുടമകൾക്കും കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ശമ്പളം അതാത് തൊഴിലുടമകൾക്ക് മാത്രമേ ഡിജിറ്റൽ വാലറ്റുകൾ വഴി മാറ്റുവാൻ സാധിക്കുക. മുസാനിത്ത് പ്ലാറ്റ്ഫോമിൻ്റെ അംഗീകാരമുള്ള സംവിധാനം വഴി തൊഴിലാളിയുടെ ജൂലൈ 1 വരെയുള്ള ശമ്പളം കൈമാറാൻ സാധിക്കുന്നതായിരിക്കും. നിലവിൽ STC പേ, യൂറോ പേ മുതലായ ആപ്പുകൾ വഴി മാത്രമാണ് ഗാർഹിക തൊഴിലാളികളുടെ ശമ്പള വിതരണത്തിന് സൗകര്യമുള്ളത്. ശമ്പള വിതരണം വ്യവസ്ഥാപരമായ രീതിയിലേക്ക് പരിവർത്തനം ചെയ്യുവാനും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കേസുകളും പരമാവധി കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഇതുവഴി ലക്ഷ്യമാക്കുന്നത്. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. കുവൈത്തിൽ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 1 മുതൽ 2 മണിക്കൂർ നേരത്തേക്ക് പവർ കട്ട് ഏർപ്പെടുത്തിയേക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വൈദ്യുതി തടസ്സം നേരിട്ടിരുന്നു. ഇതേ തുടർന്ന് ജലവൈദ്യുതി മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചത്. വൈദ്യുതി ലോഡ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെയുള്ള തിരക്കേറിയ സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചു. തീർത്ഥാടകർ മിനായിൽ നിന്ന് മടങ്ങി തുടങ്ങി. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ മടക്കയാത്ര ശനിയാഴ്ച ആരംഭിക്കും. മിനായിലും അറഫയിലും മുസ്ദലിഫയിലും ഹറം പള്ളിയിലുമായി കഴിഞ്ഞ 6 ദിവസം ഹജ്ജ് കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു തീർത്ഥാടകർ. തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ഇന്നലത്തെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് മടങ്ങിയിരുന്നു. അവശേഷിക്കുന്ന തീർത്ഥാടകർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജംറകളിൽ കല്ലേർ കർമ്മം നിർവഹിച്ച് മിനായോട് വിട പറഞ്ഞു. മക്കയിലെ താമസ സ്ഥലത്തേക്ക് മടങ്ങിയ വിദേശ തീർത്ഥാടകർക്ക് ഇനി മടക്കയാത്രയുടെ നാളുകളാണ്. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര ശനിയാഴ്ച ആരംഭിക്കും. സ്വകാര്യ ഗ്രൂപ്പുകളിൽ കേരളത്തിൽ നിന്നെത്തിയ തീർത്ഥാടകർ നാളെ മുതൽ നാട്ടിലേക്ക് മടങ്ങും. ഹജ്ജിന് മുമ്പ് മദീന സന്ദർശിക്കാത്ത തീർത്ഥാടകരുടെ മദീന സന്ദർശനം ശനിയാഴ്ച ആരംഭിക്കും. മക്കയിൽ നിന്ന് മടങ്ങുമ്പോൾ നിർവഹിക്കേണ്ട വിടവാങ്ങൽ തവാഫ് മാത്രമാണ് ഹജ്ജിന്റെ ഭാഗമായി ഇനി തീർത്ഥാടകർക്ക് അവശേഷിക്കുന്ന കർമ്മം. മക്കയിലെ ഹറം പള്ളിയിലാണ് ഇത് നിർവഹിക്കുക. സുരക്ഷാ ഭീഷണിയില്ലാതെ സമാധാനപരമായ ഹജ്ജ് കർമ്മങ്ങൾക്ക് വേദിയൊരുക്കിയ സൗദി ഭരണകൂടത്തെ വിവിധ രാജ്യങ്ങൾ അഭിനന്ദിച്ചു. 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ അനുഭവപ്പെട്ട ചൂടായിരുന്നു ഇത്തവണ ഹജ്ജിന്റെ പ്രധാന വെല്ലുവിളി. സൂര്യാഘാതമേറ്റ് ചില തീർത്ഥാടകർ മരിക്കുകയും പലരും ആശുപത്രിയിലാകുകയും ചെയ്തു. ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള 65 തീർത്ഥാടകർ ഹജ്ജ് വേളയിൽ മരണമടഞ്ഞു. ഇതിൽ 15 പേർ മലയാളികളാണ്. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24. ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയ മലയാളി തീർത്ഥാടകർ മക്കയിലെ താമസ സ്ഥലങ്ങളിൽ തിരിച്ചെത്തി. അവസാന ദിവസം തിരക്കുണ്ടായിരുന്നെങ്കിലും സുഗമമായി കല്ലേറ് കർമ്മം പൂർത്തിയാക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് തീർത്ഥാടകർ. വരും ദിവസങ്ങളിൽ ഇവർ മക്കയിൽ നിന്ന് മടങ്ങും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മീനായിലെ ജംറകളിൽ നടന്ന കല്ലേർ കർമ്മത്തോടെയാണ് ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കല്ലേർ കർമ്മം പൂർത്തിയാക്കേണ്ടതിനാൽ ജംറകളിൽ ഇന്ന് തിരക്ക് അനുഭവപ്പെട്ടു. എന്നാൽ ജംറകളിലെ സൗകര്യവും സുരക്ഷാ ക്രമീകരണങ്ങളും കാരണം അനായാസം കല്ലേർ കർമ്മം പൂർത്തിയാക്കാനായി. പല മലയാളി തീർത്ഥാടകരും കൂട്ടത്തോടെ ഉച്ചയ്ക്ക് ശേഷം കല്ലേർ കർമ്മം നിർവഹിക്കാൻ ജംറകളിലെത്തി. അവസാന കർമ്മവും പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് തീർത്ഥാടകർ. ഞങ്ങൾക്ക് ഒരുപാട് സൗദി ഗവൺമെന്റ് സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുണ്ട്. ഒരുപാട് നല്ല ഫെസിലിറ്റീസ് ആണ്, ഒരുപാട് ഇംപ്രൂവ്മെന്റ് സൗദി ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബാക്കി തവാഫും കാര്യങ്ങളും ചെയ്ത് നാട്ടിലേക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചെത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. വളരെ നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യാനും അതിന്റെ അമലുകൾ കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാനും അമീറന്മാരത് സമയാസമയങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ തന്ന് നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യാൻ സഹായിച്ചു തന്നു. ഇനി ഞങ്ങൾ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്ന് മക്കയിലേക്ക് തിരിച്ചു പുറപ്പെടുകയാണ്. 2 തവാഫ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതിന് ഹജ്ജിന്റെ നിർബന്ധമായിട്ടുള്ള തവാഫ് ഉണ്ട്. പിന്നെ വിടവാങ്ങൽ തവാഫ് അതുകൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ അത്രയും സന്തോഷത്തോടെ, എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല, അത്രയും സന്തോഷത്തോടെയാണ്. മിനായിൽ നിന്ന് മടങ്ങിയ വിദേശ തീർത്ഥാടകരെല്ലാം ഇപ്പോൾ മക്കയിലെ താമസ സ്ഥലങ്ങളിലാണ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ ഹജ്ജിനെത്തിയ പല തീർത്ഥാടകരും നാളെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. നാളെ ജിദ്ദയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിൽ പുറപ്പെടുന്ന ആദ്യ സംഘത്തിൽ അൽഹിന്ദ് ഗ്രൂപ്പിലെ തീർത്ഥാടകരാണുള്ളത്. ഇവർക്ക് കൊച്ചി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകും. അവസാന ഘട്ടത്തിൽ ഹജ്ജിനെത്തിയവർ വരും ദിവസങ്ങളിൽ മദീനയിലേക്ക് പോകും. ഇതുവരെ തങ്ങളോട് സഹകരിച്ച തീർത്ഥാടകർക്ക് നന്ദി പറഞ്ഞ ഹജ്ജ് സർവീസ് കമ്പനിയായ ഇത്ര അൽ ഖൈർ തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നു. وحجا مبرورا وسعيا مشكورا لحجاج بيت الله الحرام كافة ولحجاج الهند خاصة، ونسأل الله أن يتقبل منهم. واليوم تم الانتهاء ونقلهم من مشعر منى إلى مكة المكرمة، وكل عام وأنتم بخير.
പല മലയാളി സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകർ അവസാന ദിവസവും തീർത്ഥാടകർക്ക് കൈത്താങ്ങായി മീനായിലുണ്ടായിരുന്നു. മക്കയിൽ നിന്നും ജലീൽ കണമക്കലം, 24. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചതോടെ അടുത്ത ഹജ്ജ് സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ സൗദി ആരംഭിച്ചു. 2025 ഹജ്ജിനുള്ള പ്രാഥമിക ക്രമീകരണങ്ങൾ സൗദി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബി പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ ഹജ്ജ് വിജയകരമാക്കുന്നതിൽ സഹകരിച്ചവർക്ക് മന്ത്രി നന്ദി പറഞ്ഞു. അടുത്ത ഹജ്ജുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളുടെ പ്രാഥമിക രൂപരേഖ സൗദി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബി പ്രഖ്യാപിച്ചു. മക്കയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയം ആസ്ഥാനത്ത് നടന്ന ഖതമുഹു മിസ്ക് എന്ന പരിപാടിയിൽ വെച്ചാണ് മന്ത്രി പുതിയ പദ്ധതികളെക്കുറിച്ച് വിശദാംശങ്ങൾ നൽകിയത്. നുസുക് പാത്ത് പോലെ ഡിജിറ്റൽ മേഖലയിലെ നിരവധി പുതിയ പരിഷ്കാരങ്ങൾ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വർഷം ആഭ്യന്തര മന്ത്രാലയവും ഹജ്ജ് ഉംറ മന്ത്രാലയവും നേതൃത്വം നൽകിയ പല പദ്ധതികളും വിജയം കണ്ടതായി ഡോക്ടർ തൗഫീഖ് അൽ റബി പറഞ്ഞു. അനുമതിയില്ലാതെ ഹജ്ജ് പാടില്ല എന്ന ക്യാമ്പയിനും നുസുക് കാർഡും അതിന് ഉദാഹരണങ്ങളാണ്. وفي هذا العام أطلقنا أحد أهم المبادرات بقيادة وزارة الداخلية ووزارة الحج والعمرة، وهي حملة لا حج بلا تصريح للحد من ظاهرة المخالفين في الحج، وقد حققت الحملة أهدافها بكل نجاح، حيث لم يردنا أي شكاوى منكم عن وجود حجاج مخالفين داخل مساكنكم أو مخيمات حجاجكم. ഹജ്ജ് സേവനം ചെയ്ത വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ ലിബിറ്റം അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ ഹജ്ജ് വിജയകരമാക്കുന്നതിൽ സഹകരിച്ചവർക്ക് നന്ദി പറഞ്ഞ ഡോക്ടർ തൗഫീഖ് അൽ റബി ഇതിന് നേതൃത്വം നൽകിയ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെയും അഭിനന്ദിച്ചു. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24. മിനായിലെ ഈ വർഷത്തെ ഹജ്ജ് സേവന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ICF RSC ഹജ്ജ് വോളണ്ടിയർമാർ മിനായിൽ നിന്ന് മടങ്ങി. കഴിഞ്ഞ ദിവസം നടന്ന വോളണ്ടിയർ സംഗമം കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. പരിമിതമായ വോളണ്ടിയർമാർക്കാണ് ഈ വർഷം അവസരം ലഭിച്ചതെങ്കിലും ലഭ്യമായ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിയതായി സംഘാടകർ അറിയിച്ചു. 2 ഷിഫ്റ്റുകളിലായി മിനായിലെ 50 പോയിന്റുകളിൽ 24 മണിക്കൂറും സേവനം ലഭ്യമാക്കിയിരുന്നു. കാണാതായ ഹാജിമാരെ കണ്ടെത്തുക, രോഗികളെ പരിചരിക്കുക, അവശരായ തീർത്ഥാടകരെ കർമ്മങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുക തുടങ്ങിയവയാണ് പ്രധാന സേവനങ്ങൾ. തൊഴിലാളികൾക്കിടയിൽ വ്യത്യസ്തമായ ഈദ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച് ദുബായ് പോലീസ്. ദുബായ് ജബൽ അലി ന്യൂസുൽ ക്യാമ്പ് ക്ലബ്ബിലായിരുന്നു പരിപാടികൾ നടന്നത്. തൊഴിലാളികൾക്ക് നിരവധി സമ്മാനങ്ങളും വിതരണം ചെയ്തു. തൊഴിലാളികൾക്കിടയിലേക്ക് ആഘോഷ പരിപാടികളുമായി പോലീസ് എത്തിയത്. പെരുന്നാളിന്റെ സന്തോഷം എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ദുബായ് പോലീസ് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലായിരുന്നു പരിപാടി. ദുബായ് ജബൽ അലിയിലെ നുസൂൽ ക്യാമ്പ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ ദുബായ് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം 100 കണക്കിന് തൊഴിലാളികളും ആഘോഷങ്ങളുടെ ഭാഗമായി. കലാപരിപാടികൾക്കൊപ്പം ക്രിക്കറ്റ് ടൂർണമെന്റ്, കമ്പവലി മത്സരം, കൂടാതെ വിവിധ ഇമറാത്തി സാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറി. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജബൽ അലി പോലീസ് ഹെഡ് ഓഫീസർ മുഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് അൽ മറി വിതരണം ചെയ്തു. ദുബായ് പോലീസ് ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഫാത്തിമ അഹമ്മദ് ഉൾപ്പെടെയുള്ള നിരവധി ഉദ്യോഗസ്ഥരും മർക്കസ് ജബൽ അലി ട്രെയിനിംഗ് സെന്റർ പ്രതിനിധികളായ യൂസഫ് അബ്ദുറഹ്മാൻ, ഷൗക്കത്ത് ഖാലിദ് ഉൾപ്പെടെയുള്ളവരും ദുബായ് പോലീസിനൊപ്പം സജീവമായി പരിപാടികളുടെ ഭാഗമായി പങ്കെടുത്തു. അരുൺ പാറാട്ട്, 24, ദുബായ്. ദുബായ് മാളിലെ പാർക്കിംഗ് ഫീസ് പരിഷ്കരണം അടുത്ത മാസം 1 മുതൽ നിലവിൽ വരും. സാലിക് കമ്പനിയുമായി സഹകരിച്ചാണ് പാർക്കിങ്ങിന് പണം ഈടാക്കുന്നത്. 20 ദിർഹം മുതൽ 1000 ദിർഹം വരെയാണ് പാർക്കിങ്ങിന് ഈടാക്കുക. ദുബായ് മാളിൽ ജൂലൈ 1 മുതൽ ഷോപ്പിംഗിന് ചിലവേറും. സാലിക് കമ്പനിയുമായി സഹകരിച്ചുള്ള പെയ്ഡ് പാർക്കിംഗ് സംവിധാനം ജൂലൈ 1 മുതൽ നിലവിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. ഗ്രാൻഡ് പാർക്കിംഗ്, സിനിമ പാർക്കിംഗ്, ഫാഷൻ പാർക്കിംഗ് എന്നിവയിലെ പാർക്കിങ്ങിന് പുതിയ തീരുമാനം ബാധകമായിരിക്കും. പ്രവൃത്തി ദിവസങ്ങളിലെ ആദ്യ 4 മണിക്കൂറും അവധി ദിനങ്ങളിൽ ആദ്യ 6 മണിക്കൂറും സൗജന്യ പാർക്കിംഗ് അനുവദിക്കും. തുടർന്ന് പാർക്കിങ്ങിന് 20 ദിർഹം മുതൽ 1000 ദിർഹം വരെ ഈടാക്കും. അതേസമയം മാളിനുള്ളിൽ കയറുന്ന വാഹനങ്ങളുടെ നമ്പർ സ്കാൻ ചെയ്ത് തിരികെ ഇറങ്ങുമ്പോൾ പാർക്കിംഗ് ഫീസ് സാലിക് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കുന്ന രീതിയിലാണ് ക്രമീകരണം. പാർക്കിംഗ് ഏരിയയിലേക്ക് കടക്കാൻ ബാരിയറോ ഗേറ്റോ ഉണ്ടായിരിക്കില്ല. ഉപഭോക്താക്കൾക്ക് സുഗമവും തടസ്സവുമില്ലാത്തതുമായ പാർക്കിംഗ് അനുഭവം സാധ്യമാക്കാൻ ഇതിലൂടെ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി. 13,000-ലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന സംവിധാനമാണ് ദുബായ് മാളിലുള്ളത്. കഴിഞ്ഞ ഡിസംബറിലാണ് ദുബായ് മാളിലേക്ക് പുതിയ പാർക്കിംഗ് സംവിധാനം പ്രഖ്യാപിച്ചത്. അരുൺ പാറാട്ട്, 24, ദുബായ്. ദുബായ് KMCC പയ്യോളി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ് മിലൻ പരിപാടി സംഘടിപ്പിച്ചു. പയ്യോളി മുനിസിപ്പൽ ചെയർമാൻ VK അബ്ദുറഹ്മാൻ സ്വീകരണം നൽകി.
ഈദ് ആഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദുബായ് KMCC കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് KP മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹ്രസ്വ സന്ദർശനാർത്ഥം UAE-ലെത്തിയ പയ്യോളി മുനിസിപ്പൽ ചെയർമാൻ VK അബ്ദുറഹ്മാന് പരിപാടിയിൽ സ്വീകരണം നൽകി. UAE-ലെ പയ്യോളി സ്വദേശികളുടെ നിക്ഷേപ പദ്ധതിയായ ഹസനയുടെ ലോഞ്ചിങ്ങും പരിപാടിയിൽ നടന്നു. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സാജിദ് പുറത്തോട്ട് വിശദീകരിച്ചു. പട്ടായി മൊയ്തീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഷംസീർ VK സ്വാഗതവും റയീസ് കോട്ടയ്ക്കൽ നന്ദിയും പറഞ്ഞു. അസീസ് സുൽത്താൻ പരിപാടികൾ ഏകോപിപ്പിച്ചു. പയ്യോളിയിലെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ പുരോഗതി കാട്ടിൽ മൊയ്തീൻ, ലത്തീഫ് ചെറക്കോത്ത് എന്നിവർ മുനിസിപ്പൽ ചെയർമാനുമായി ചർച്ച ചെയ്തു. നാസർ മൂപ്പൻ, ജലീൽ മഷ്കൂർ തങ്ങൾ, VK റിയാസ്, നിഷാദ് മൊയ്തു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് നിസാർ വയനാട്, മുസ്തഫ പയ്യോളി, നിസാർ ശിശിര എന്നിവർ നയിച്ച സംഗീത വിരുന്നും പരിപാടിയിൽ അരങ്ങേറി. അരുൺ പാറാട്ട്, 24 ദുബായ്. സൗദിയിലെ അസ്കറിൽ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ഏകദിന KMCC പ്രീമിയർ സോക്കറിൽ മെട്രോ സ്പോർട്ട് ജേതാക്കളായി. വാർസോൺ ബ്രദേഴ്സുമായുള്ള ഫൈനൽ മത്സരത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് ജയം. സെക്കൻഡ് റണ്ണേഴ്സിനുള്ള ട്രോഫിയും പ്രൈസ് മണിയും മൈക്കെയർ കാസ്കിൻ സ്വന്തമാക്കി. സയ്യിദ് ഷഹറാനി ഉദ്ഘാടനം ചെയ്തു. ബഷീർ മുന്നിയൂർ, മൊയ്തീൻ കുട്ടുപാറ, സിറാജ് വയനാട്, മുഹമ്മദ് കുട്ടി മാതാപ്പുഴ, ഉസ്മാൻ കിളിയമണ്ണിൽ എന്നിവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ഖത്തറിലെ ഇന്ത്യൻ എംബസി പ്രവാസി സംഘടനകളുടെ സഹകരണത്തോടെ യോഗാ ദിനം സംഘടിപ്പിച്ചു. യോഗ സ്വന്തത്തിനും സമൂഹത്തിനും എന്ന പ്രമേയം മുൻനിർത്തിയാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണം. ജൂൺ 21 വെള്ളിയാഴ്ച വൈകിട്ട് 6 മുതൽ 8:30 വരെ ഏഷ്യൻ ടൗൺ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കുക. 40 മിനിറ്റ് ദൈർഘ്യമുള്ള യോഗയ്ക്കൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും യോഗ മത്സരവും യോഗ ക്വിസും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. There are many activities of yoga which have already happened during the past few days, including in schools. We ourselves took the lead as the embassy and we did yoga for all our officials in the Indian Cultural Center a few days back, where all officials of the embassy joined in together with a few community members. പ്രത്യേക ഗൂഗിൾ ഫോം മുൻകൂർ പൂരിപ്പിച്ച് ആർക്കും പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഇന്ത്യൻ അംബാസഡർ വിപുൽ ദോഹയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2014 ഡിസംബറിലാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കാൻ UN ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് 177 രാജ്യങ്ങൾ എല്ലാ വർഷവും ജൂൺ 21 യോഗാ ദിനമായി ആചരിക്കാറുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം വിപുലമായി ആചരിച്ചു വരുന്നു. 2022 8ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ദോഹയിൽ നടത്തിയ പരിപാടിയിൽ 114 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തിരുന്നു. ഒരൊറ്റ യോഗ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ രാജ്യക്കാർ പങ്കെടുത്തതിനുള്ള ഗിന്നസ് റെക്കോർഡും ആ പരിപാടിക്ക് ലഭിച്ചു. ദോഹയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ അംബാസഡർ വിപുൽ, ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി സച്ചിൻ ശങ്പാൽ, ICC പ്രസിഡന്റ് AP മണികണ്ഠൻ, ISC പ്രസിഡന്റ് EP അബ്ദുൾ റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. 24 ദോഹ. കുവൈത്തിൽ നിന്ന് ഹ്രസ്വ സന്ദർശനത്തിനായി ഖത്തറിലെത്തിയ മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കായംകുളം സ്വദേശി എബ്രഹാം മാത്യൂസ് ആണ് മരിച്ചത്. കുവൈത്ത് എയർവേസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഭാര്യ മിനി, കെവിൻ മാത്യൂസ് എബ്രഹാം, ജോഷുവ എബ്രഹാം മാത്യൂസ് എന്നിവർ മക്കളാണ്. ഖത്തറിൽ ചികിത്സയിലായിരുന്ന മലയാളി അന്തരിച്ചു. ജോൺ ഫിലോമിന ദമ്പതികളുടെ മകൻ നോർത്ത് പറവൂർ സ്വദേശി ജിബിൻ ജോൺ ആണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. ഖത്തർ ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ് കമ്പനിയിൽ എഞ്ചിനീയറായിരുന്നു. അസുഖബാധയെ തുടർന്ന് ഹമദ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രവാസി വെൽഫെയർ റീപാട്രിയേഷൻ വിഭാഗം അറിയിച്ചു. രമ്യയാണ് ഭാര്യ. ന്യൂയോർക്കിലെ നാസോ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്ററിൽ കഴിഞ്ഞ 3 വർഷം മികച്ച സേവനം കാഴ്ചവെച്ച ഡയറക്ടർ ബോർഡ് അംഗം അജിത് എബ്രഹാം കാലാവധി പൂർത്തിയാക്കി സ്ഥാനമൊഴിഞ്ഞു. 2021 നാസോ കൗണ്ടി എക്സിക്യൂട്ടീവായിരുന്ന ലോറ ഖുറാൻ അജിത്തിന്റെ പ്രാഗൽഭ്യവും സമൂഹത്തിലെ അംഗീകാരവും കണക്കിലെടുത്താണ് ഡയറക്ടർ ബോർഡ് അംഗമായി നിയമിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സൗത്ത് ഇന്ത്യൻ വംശജന് ഈ ഒരു പദവി ലഭിക്കുന്നത്. തമിഴ്നാട് കള്ളാക്കുറിച്ചി ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 16ആയി. 90 പേർ ചികിത്സയിലാണ്. വ്യാജമദ്യം വിറ്റ 2 പേരെ അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ കളക്ടർ ശ്രാവൺ കുമാറിനെ സ്ഥലം മാറ്റി. പോലീസ് സൂപ്രണ്ട് സമയ് സിംഗ് മീണയെ സസ്പെൻഡ് ചെയ്തു. കേസ് CBCID അന്വേഷിക്കും. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കി.
കണ്ണൂർ എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ CPIMനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി പ്രദേശവാസിയായ യുവതി. മേഖലയിൽ സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നതായി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വേലായുധന്റെ അയൽവാസി സീന പ്രതികരിച്ചു. ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ദുരുദ്ദേശമെന്നാണ് CPIMന്റെ നിലപാട്. സ്ഫോടനത്തിന് പിന്നാലെ ജില്ലയിൽ പോലീസ് വ്യാപക പരിശോധന ആരംഭിച്ചു. ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് 3 ബോംബ് ഇവരെടുത്തോട്ട് പോയിട്ടുണ്ട്. പോലീസിനൊന്നും ഇവർ പറയാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട്. അത് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ല, ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിന്റെ ചോരക്കൊതിക്കെതിരായ രോഷപ്രകടനമാണ് സീനിയുടെ വാക്കുകളിലേത്. CPIMനെ പ്രതിരോധത്തിലാക്കുന്നതാണ് തുറന്നു പറച്ചിൽ. എന്നാൽ യുവതി കോൺഗ്രസ് അനുഭാവിയാണെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ആരോപണമെന്നും CPIMന്റെ മറുപടി. തീർത്തും അവർക്ക് സ്വാധീനമുള്ള കോൺഗ്രസിനും BJPക്കും സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തിലാണ് രാത്രിയിൽ വലിയ ശബ്ദങ്ങൾ ഉണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് സമീപവാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ട് അതിനെ മുതലെടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നാടകീയമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട്. പോലീസും ആഭ്യന്തര വകുപ്പും സമ്പൂർണ്ണ പരാജയമെന്ന് സ്ഥലം സന്ദർശിച്ച നിയുക്ത വടകര MP ഷാഫി പറമ്പിൽ പറഞ്ഞു. പാർട്ടി സുരക്ഷയിൽ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ വളരുന്നു. ബോംബ് നിർമ്മിക്കുന്നവരിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നില്ലെന്നും ഷാഫി പറമ്പിൽ. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു വിഭാഗമുണ്ട്. അത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ്. ആ പോലീസ് സംവിധാനം ഈ നിർമ്മിക്കുന്നവരുടെ മുമ്പിൽ, ഇത് വിതരണം ചെയ്യുന്നവരുടെ മുമ്പിൽ, ഇത് ഒളിപ്പിക്കുന്നവരുടെ മുമ്പിൽ, ഇത് സ്റ്റോക്ക് ചെയ്യുന്നവരുടെ മുമ്പിൽ 10 പൈസക്ക് ഗുണമില്ലാത്തൊരു സംവിധാനം പോലെയാണ് ഈ ബോംബ് കേസുകളിൽ കേരളത്തിലെ പോലീസ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പോലീസ് പരിശോധന തുടങ്ങി. വരും ദിവസങ്ങളിലും റെയ്ഡ് തുടരും. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട കൊടക്കുളം സ്വദേശി വേലായുധന്റെ മൃതദേഹം വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം കുണ്ടുചിറയിലെ ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 കണ്ണൂർ. എരഞ്ഞോളി ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ KPCC അധ്യക്ഷൻ K. സുധാകരൻ നടത്തിയ പരാമർശം വിവാദമായി. കൊല്ലപ്പെട്ടത് ചെറുപ്പക്കാരനല്ലോ വൃദ്ധനല്ലേ എന്നായിരുന്നു പരാമർശം. വിവാദമായതോടെ വിശദീകരണവുമായി K. സുധാകരൻ വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. KPCC അധ്യക്ഷൻ മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങളും നടത്തി. ബോംബ് ഇനിയും പൊട്ടാനുണ്ട്, പൊട്ടി കുറച്ച് കഴിയട്ടെ എന്നിട്ട് നിങ്ങളെ കാണാം. ശരി, വൃദ്ധനല്ലേ മരിച്ചത്, ചെറുപ്പക്കാരനല്ലല്ലോ. ഞാൻ പറഞ്ഞത് അവിടെ ചെറുപ്പക്കാർ മരിച്ചില്ല. ചെറുപ്പക്കാർ മരിച്ച ഈ കഴിഞ്ഞതെല്ലാം ദിവസങ്ങളിൽ എത്ര ചെറുപ്പക്കാരെ കൊന്നു, എത്ര ചെറുപ്പക്കാരെ CPMക്കാർ കൊന്നു. ഈ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തക നേതാക്കന്മാരെ അവരെത്ര എണ്ണത്തിന് ബോംബ് പൊട്ടിച്ച് മരിപ്പിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ ഇതങ്ങനെ ഒരു മരണം പോകുമ്പോൾ ചെറുപ്പക്കാർ കുറേ ആളുണ്ട് ജീവിക്കുന്നത്. അത്രേ അതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ? അവൻ വെട്ടിക്കൊന്ന ആളെത്രയാ, അവൻ വെടിവെച്ച് കൊന്ന ആളെത്രയാ, അവൻ ബോംബെറിഞ്ഞ് കൊന്ന ആളെത്രയാ? പറയണോ ആളുകളെ പേര്? ഇനിയും മത്സരിക്കുന്ന കാലം മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ? എത്ര ആളുകളെ കൊന്നു? K. സുധാകരൻ ആ റെക്കോർഡില്ല. മനസ്സിലായോ? ഈ DCC ഓഫീസിൽ ബോംബ്, ആ DCC ഓഫീസിൽ വന്ന് സെർച്ച് ചെയ്ത് പോലീസുകാർ കൊണ്ടുവന്ന് CPMന്റെ ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ എവിടുന്ന ബോംബ് പിടിച്ചിന്? DCC ഓഫീസിൽ നിന്ന് എഴുതാ ബോംബ് പിടിച്ചിന്? മുഖ്യമന്ത്രിയാണ് പറയുന്നത്. അതിനാ പറയുന്നത് അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ മനസ്സിലാക്കത്. അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി. ഈ റിപ്പോർട്ടോടുകൂടി ഗൾഫ് ഫോക്കസിന്റെ സമയം പൂർത്തിയാവുകയാണ്. നമസ്കാരം.